ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പൊന്നാങ്കണ്ണി ചീര എങ്ങനെയാണ് ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ രണ്ട് ചെറിയ ചട്ടിയിൽ ഇത്രയും തിക്കായിട്ട് എങ്ങനെ വളർത്താന്നുള്ളതാണ് വീഡിയോ. എനിക്ക് പൊന്നാങ്കണ്ണി ചീര ഒരു 2 കഷ്ണം ഇങ്ങനെ കിട്ടിയേ. അപ്പം നമ്മളത് ഇങ്ങനെ ഒരു ചട്ടിയിൽ കുത്തി നട്ടതാണ്. നിറച്ചായി. ഇപ്പം ഞാനൊരു 3-4 തവണ എടുത്തു. പിന്നെ ഇതിനൊരു വളം നമുക്ക് ഇടാനുള്ളതും ഞാൻ ടിപ്പും കാണിച്ചു തരാം. ഇത് നടേണ്ടതും കാണിച്ചു തരാം. ഇതിന് എന്തൊക്കെ ചെയ്യണമെന്നും കാണിച്ചു തരാം. ഇതിന് ഒത്തിരി സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പൊന്നാങ്കണ്ണി ചീര ഇപ്പം എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ തൈകൾ കിട്ടുന്നുണ്ട്. എങ്ങനെ കിട്ടിയാലും നമുക്ക് തൈ വേണം എന്നില്ല. ഇത് നമുക്ക് നടാൻ കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പ് കിട്ടിയാലും മതി. അപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി മണ്ണും ചാണകപ്പൊടിയും കൂടെ കൂട്ടി പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുക. എന്നിട്ട് എങ്ങനെയുള്ള ചട്ടിയായാലും കുഴപ്പമില്ല, വെള്ളം കെട്ടി നിൽക്കാത്ത ചട്ടിയിലേക്ക് ഇത് ഇങ്ങനെ ഒടിച്ച് ഇതിൻ്റെ ഈ 2 ഇത് ഇങ്ങനെ അങ്ങ് കളഞ്ഞിട്ട് കുത്തി കൊടുക്കുക. അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ അങ്ങ് കുത്തി കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് നടേണ്ട രീതി. ഇത്രയും അടുപ്പിച്ച് ഇങ്ങനെ കുത്തി കൊടുക്കരുത്, കാരണം ഇത് വളരെ ശക്തിയായിട്ട് തന്നെ കിളുത്ത് കയറും. ഇതിങ്ങനെ കിളുത്ത് കയറാനായിട്ട് പെട്ടെന്ന് എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കാനായിട്ടുള്ള രീതിയിൽ വേണം ഇത് നട്ടെടുക്കാനായിട്ട്. പിന്നെ ഇതെപ്പോഴും മൂക്കുന്നതിന് മുന്നെയാണ് ഇതിൻ്റെ കൂമ്പും നമ്മളിങ്ങനെ ഒടിച്ച് തോരനെടുക്കാൻ വേണ്ടി. ഇത് മുട്ടയിട്ട് ചിക്കി വറക്കാനും ചെമ്മീനിട്ടും പല രീതിയിലും, ഇത് തേങ്ങ വെറുതെ ഒലത്താനും ഒക്കെ നല്ലതാണ്. ഇതിപ്പോൾ എനിക്കൊരു 3 തോരനായിട്ട് തന്നെ എടുക്കാൻ നിൽപ്പുണ്ട്. പിന്നെ ഇതെല്ലാം നടാൻ നല്ലതാണ്. ഇത് പിന്നെ അടുത്ത ചട്ടിയിലേക്ക് നടാനായിട്ട് ഞാനിപ്പോൾ എടുത്തു വെക്കും. എനിക്കിത് ശരിക്കും പടർന്ന് ഇത് എന്തേരെയാന്ന് നോക്കി, ഇത് നിറച്ചായിട്ടുണ്ട്. 2 ചട്ടിയേ ഉള്ളൂ. ഇതെനിക്ക് ഇഷ്ടം പോലെ ആയി. നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് എത്ര സ്പേസ് ഇല്ലാത്തടത്തും ആക്കാമെന്ന് മനസ്സിലായില്ലേ. കുട്ടികളുടെ കണ്ണിന് കാഴ്ചയ്ക്കും ശരീരത്തിന് മുടി വളർച്ചയ്ക്കും എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് പൊന്നാങ്കണ്ണി ചീര. അവർ പറയുന്നത് ഇത് കറക്റ്റ് പൊന്നാങ്കണ്ണി ചീര അല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ നമുക്കിത് ചീര തന്നെയാണ്. പൊന്നാങ്കണ്ണി ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു നല്ല ചീരയാണിത്. അപ്പോൾ നമുക്കിത് ചീരയുടെ വർഗ്ഗത്തിൽ തന്നെ പെടുത്തി ചക്കക്കുരു ഇട്ട് തോരൻ വെക്കാം, ചെമ്മീനിട്ട്. ഇതിന് ഒന്നുമല്ലേലും വെറുതെ ഇച്ചിരി ഉപ്പി പറ്റിച്ച് വാട്ടിയെടുത്താലും ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഐറ്റമാണ്. യൂറിക് ആസിഡ് ഉള്ളവർ ഇതൊന്ന് കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. നമ്മളൊക്കെ പണ്ട് ഇതൊന്നും നോക്കാതെ ഒരു നേരത്തെ കറി എന്ന നിലയിലാണ് ഇതൊക്കെ എടുത്തിരുന്നത്. അങ്ങനെ കഴിക്കാനും ഇത് നല്ലതാണ്. പിന്നെ ഇതിന് ഏറ്റവും ആവശ്യമുള്ളത് സൂര്യപ്രകാശം 2 നേരം വെള്ളവുമാണ്. ചൂടുള്ള ക്ലൈമറ്റിൽ ഇതിന് 2 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടില്ലാത്ത സൂര്യപ്രകാശം കുറവുള്ള സമയത്ത് 1 നേരം. നന്നായിട്ട് വെള്ളം വേണ്ട ഒരു ചീരയാണിത്. വെള്ളം ഒരു ദിവസം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാടിപ്പോകും. പിന്നെ ഇത്രയും അങ്ങ് നീളാൻ അനുവദിക്കരുത്. നീളാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് നീണ്ട് അങ്ങോട്ട് പോകും. ഇതിപ്പോൾ നമ്മൾ ഇത് കട്ടിങ്ങിന് മുന്നേ ഇത് വീഡിയോ എടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഒരു ഓർഡർ അല്ലാതെ ആയിപ്പോകും. ഇതെനിക്കിപ്പോൾ കാട് പോലെയായി. ഇതൊന്ന് എടുക്കാൻ വൈകിയതിൻ്റെയാണ് ഇത് കാട് പോലെയായത്. പിന്നെ ഇത് ആർക്കെങ്കിലും പിടിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പറ്റിയ ഒരു ടിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഫ്ലാറ്റിലോ വീട്ടിലോ ചാണകമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്മെല്ല് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് പറ്റിയ സൂപ്പർ ഒരു മരുന്നും കൂടെയാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അതുകൂടെ ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. നമ്മൾ ഇത്രയുമുള്ള ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ വീട്ടിലൊക്കെ ശർക്കരയില്ലേ, ശർക്കര ഇങ്ങനെ ഒരു കഷ്ണം ശർക്കര ഇങ്ങോട്ട് ഇടുക. നമ്മൾ തോരനോ അല്ലാതെ എന്തിനേലുമൊക്കെ ഉണ്ടായിരിക്കണം. പച്ചക്ക ചെത്തിയിട്ടുണ്ടാവില്ലേ, ഈ പച്ചക്കായുടെ തൊലി നമ്മളെടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പച്ചക്കായുടെ തൊലി അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എന്തേരം തൊലിയുണ്ടോ അത്രയും പച്ചക്കായുടെ തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ശർക്കരയും പച്ചക്കായുടെ തൊലിയും അതിൻ്റെ കൂടെ ഒരു കൂട്ടും കൂടെ ഉണ്ട്. അതോടെ ഞാൻ കാണിച്ചത് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ തേയിലപ്പൊടിയാണ്. തേയിലപ്പൊടി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ ചായപ്പൊടി 1 സ്പൂണും കൂടെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 ഡേയ്സ് നമ്മളിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു 5 ദിവസം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഇത്രയും തന്നെ വെള്ളം കൂടെ ചേർത്ത് ഈ ചീരയ്ക്കും പൂക്കളും കായ്കളും ഉള്ള ചെടിക്കും ഇങ്ങനെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ആർത്ത് വളരും തന്നെയല്ല, പൂവും കായ്കളും ഉള്ള ചെടികളെല്ലാം നന്നായിട്ട് ആർത്ത് വളരും. അതിന് പറ്റിയ
ഏറ്റവും നല്ല ഒരു വളമാണ് ഇത്. ചാണകപ്പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്മെല്ല് വരും, അല്ലെങ്കിൽ ഇതാണെങ്കിൽ നമുക്ക് ഒരു സ്മെല്ലും ഉണ്ടാവില്ല. ഇത് സൂപ്പറായിട്ട് വളരാൻ പറ്റിയ ഒരു മരുന്നാണിത്. അപ്പം ഇതും കൂടെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ, ചാണകമൊന്നുമില്ല എങ്കിൽ, വെറും മണ്ണില നടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പരീക്ഷിക്കാം. ഇതും കൂടെയാണ് ഞാൻ ഈ കൂടെ കാണിച്ചു തരുന്നത്. ഇതൊന്നും ഇല്ലാതെ നടുന്നതെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. പിന്നെ ഇത് നടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 നേരം ഒന്ന് നല്ല ചൂട് ക്ലൈമറ്റിൽ നനച്ചു കൊടുക്കണം. അതേപോലെ വെള്ളമയം ഈ മണ്ണിൽ എപ്പോഴും കാണണം. അതുപോലെ സൂര്യപ്രകാശം നന്നായിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് വളമൊന്നും ഇല്ലാത്ത നല്ല ചീര കൊടുക്കാം. ഹാങ്ങിങ് പ്ലാന്റിൽ കൊടുക്കുന്ന പോലെ തന്നെ നമുക്കിത് കൊടുക്കാൻ പറ്റും. ഞാൻ ഓരോ ചട്ടി ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇത് കണ്ടോ, ഇത് ഒരെണ്ണം നല്ല ഹെവി ആയിട്ടുണ്ട് ഇതിൽ. രണ്ടാമത്തേത് ഇത് കണ്ടോ, എന്തോ അടിപൊളിയായിട്ടുണ്ടെന്ന് കണ്ടോ, ഇത് സൂപ്പറായിട്ടില്ലേ. ഇതെല്ലാം ശരിക്കും പ്ലാന്റ് കട്ട് ചെയ്യാനായി, ഇതിൻ്റെ അകത്ത് എല്ലാം ചീര കട്ട് ചെയ്യാറായിട്ടുണ്ട്. ഇതൊക്കെ നല്ല കിളുന്നായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്താൽ ഇന്നത്തെ തോരനുള്ളതുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിലെന്നല്ല, ഇതിപ്പോൾ നമ്മൾ ഇന്ന് മുറിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ആകണ്ട, അതിന് മുന്നേ എനിക്ക് അടുത്ത കറിക്കും ആകും. തേങ്ങായും ഇച്ചിരി സവോളയും പച്ചമുളകും കൂടി ഇട്ടാൽ അടുപ്പിച്ചടുപ്പിച്ച് തോരന് കിട്ടും. നിങ്ങൾ ഇച്ചിരി 3-4 കുഞ്ഞു ചട്ടികളിലേക്ക് ഒടിച്ചു കുത്തി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാവുന്ന ഒരു ചീരയാണ്. നമുക്ക് അന്വേഷിച്ചാൽ കിട്ടാത്ത സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ മൂത്ത തണ്ടും നടാം, കിളുന്ന തണ്ടും നടാം, എന്ത് വേണേലും ഓടിച്ചങ്ങോട്ട് കുത്തി കൊടുത്തേച്ചാൽ മതി. ഇത്തിരി ഇളക്കമുള്ള മണ്ണിൽ കുത്തി കൊടുക്കുക, നന്നായിട്ട് വെള്ളം തളിച്ചു കൊടുക്കുക, 2 നേരം തളിച്ചു കൊടുക്കുക. ഒരു ദിവസം അഴിച്ചില്ലെങ്കിൽ നന്നായിട്ട് കൂട്ടി ഒഴിച്ചു കൊടുക്കുക, സൂര്യപ്രകാശം കൊടുക്കുക. ഇനിയിപ്പോൾ ചട്ടി നടാൻ പറ്റുകയില്ലേ, ഒരു ഇച്ചിരി മണ്ണ് വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇളക്കിയിടുക, അവിടേക്ക് ഇതങ്ങോട്ട് കുത്തി കൊടുക്കുക. കാട് പോലെ വളരും. ഇനി ഒന്നുമില്ലേ, ഗ്രോ ബാഗിൽ ചെയ്യേ, ബക്കറ്റിൽ ചെയ്യേ, എവിടെയൊക്കെ ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, കണ്ണ്, മുടി, നഖം എല്ലാത്തിനും അടിപൊളിയാണ്. നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോരൻ കറിയാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്